രാമൻ എന്ന ആനയെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന് സുപ്രീം കോടതി. അമൃതാനന്ദമയി മഠത്തിൽ ഉണ്ടായിരുന്ന ആനയെ നിലവിൽ കൈവശം വച്ചിരിക്കുന്ന ഊട്ടോളി കൃഷ്ണൻകുട്ടിയിൽ നിന്നും ഏറ്റെടുക്കാനാണ് നിർദ്ദേശം. ആനയെ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് കൃഷ്ണൻകുട്ടി പിഴയടക്കണമെന്നും കോടതി ഉത്തരവുണ്ട്. ആനയുടെ ഉടമസ്ഥത സംബന്ധിച്ച തർക്കം സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കും. നിരവധി വർഷങ്ങളായുള്ള നിയമ പോരാട്ടമാണ് ഊട്ടോളി രാമൻ എന്ന ആനയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് വിവിധ കോടതികളിൽ നടക്കുന്നത്. മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടക്കിരുത്തിയ മധു എന്ന ആനയാണ് പിന്നീട് ഊട്ടോളി രാമനായത്. 2 ആനകളുണ്ടായിരുന്നു, ഒന്ന് ലക്ഷ്മിയും ഒന്ന് രാമനും. അതിൽ രാമൻ എന്ന ആനയ്ക്ക് കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു, 4 മാസം 5 മാസമൊക്കെ മദപ്പാട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവസ്ഥ 2017 ഉണ്ടായപ്പോൾ അതിനെ എല്ലാ കാലുകളിലും ചങ്ങല ബന്ധിച്ച് നിർത്തുമായിരുന്നു അവിടെ. എന്നാൽ ആനയെ തിരികെ നൽകാൻ കൃഷ്ണൻകുട്ടി തയ്യാറായില്ല. തുടർന്ന് മഠം നിയമ നടപടി സ്വീകരിച്ചു. ആനയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഫോറസ്റ്റ് അധികൃതരോട് സുപ്രീം കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആനയെ വാണിജ്യപരമായി ഉപയോഗിക്കരുതെന്ന് കോടതി വിലക്കുകയും ചെയ്തു. എന്നാൽ പിന്നീടും ആനയെ ഉത്സവങ്ങളിലും മറ്റും പങ്കെടുപ്പിച്ചതിനെതിരെ അമൃതാനന്ദമയി മഠം സുപ്രീം കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി നൽകി. തുടർന്നാണ് പിഴയടയ്ക്കാൻ ഉത്തരവിടുകയും ആനയെ കൃഷ്ണൻകുട്ടിയുടെ കസ്റ്റഡിയിൽ നിന്നും കേരള സർക്കാരിന്റെ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ ഉത്തരവ് വരുന്നതുവരെ ആനയെ സർക്കാർ പരിപാലിക്കണമെന്നാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.